നമസ്കാരം. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മലയാളികൾക്കെന്നും ഓർത്തു വയ്ക്കാവുന്ന നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റ് സിനിമകളാക്കി മാറ്റിയ പ്രിയപ്പെട്ട ഷാഫി നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിരവധി ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ മികച്ച സംവിധായകനായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ജനനം 1968 ഫെബ്രുവരി 18 അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് റഷീദ് MH എന്നായിരുന്നു. പിന്നീടാണ് ഷാഫി എന്ന പേരിലേക്ക് മാറിയത്. അദ്ദേഹത്തിൻ്റെ നിലവിലെ ഒറിജിനൽ പേര് റഷീദ് MH എന്നാണ്. ഇത് അദ്ദേഹവുമായി അടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾ മാത്രം അറിയാവുന്ന പേരാണ്. സംവിധായക ജോഡിയായ റാഫി മെക്കാട്ടിൻ്റെയും കൂട്ടുകെട്ടിലെ റാഫിയുടെ സഹോദരൻ കൂടിയാണ് ഷാഫി. നമുക്കറിയാം, ഇവർ രണ്ടുപേരുടെയും കൂട്ടുകെട്ടിൽ വിരിഞ്ഞിരിക്കുന്ന സിനിമകൾ സൂപ്പർ ഹിറ്റ് സിനിമകൾ തന്നെയായിരുന്നു. മലയാള സിനിമയ്ക്കെന്നും ഒരു പുത്തൻ പ്രമേയത്തോടു കൂടിയുള്ള സംവിധാനം ചെയ്ത് ഹിറ്റുകൾ സമ്പാദിക്കാൻ, പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു സംവിധായകനാണ് ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. 2001 പുറത്തിറങ്ങിയ ജയറാം നായകനായ വൺമാൻ ഷോയാണ് ആദ്യ ചിത്രം. റാഫി മെക്കാട്ടിൻ്റെ കൂട്ടുകെട്ടിനൊപ്പം സംവിധായകൻ രാജസേനൻ്റെ സംവിധായക സഹായിയായിക്കൊണ്ടും 1990 പകുതിയിലാണ് ഷാഫി സിനിമാ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. തുടർന്ന് എക്കാലവും ഓർത്തിരിക്കുന്ന ഒരുപിടി മികച്ച കോമഡി ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകിക്കൊണ്ടാണ് ഷാഫി കാലയവനികളിലേക്കുള്ള മടക്കിയാത്ര. അദ്ദേഹത്തിൻ്റെ സിനിമാ പട്ടികകൾ ഇങ്ങനെയാണ്: വൺമാൻ ഷോ, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും. തൊമ്മനും മക്കളുടെ തമിഴ് റീമേക്കും ചെയ്ത് ഷാഫി തന്നെയായിരുന്നു. മജ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ഇതിനുശേഷം മായാവി, പിന്നീട് ചോക്ലേറ്റ്, ലോലിപ്പപ്പ, ചട്ടമ്പിനാട്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേക്കപ്പ് മാൻ, ബെന്നസീല വ്യാപാരി, ടു കൺട്രി എന്നീ സിനിമകളാണ് പ്രധാനമായും സംവിധാനം ചെയ്തത്. ഈ സിനിമകളെല്ലാം 2-3 സിനിമകൾ മാത്രമായിരുന്നു പരാജയം. ബാക്കിയെല്ലാം സൂപ്പർ ഹിറ്റ് സിനിമ. അങ്ങനെ ഒരു സംവിധായകൻ്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് ഷാഫി. ഷാഫിയെ എല്ലാവരും സ്നേഹത്തോട് ഷാഫി സാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാനമായി സംവിധാനം നിർവഹിച്ച ചിത്രം. ആ സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമ കൂടിയായിരുന്നു. നിലവിൽ ഒരു സിനിമയുടെ പണിപ്പുരയിലായിരുന്നു അദ്ദേഹം. വിഷ്ണു ഉണ്ണികൃഷ്ണനും വിപിനും ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമയുടെ പണിപ്പുരയിൽ പൃഥ്വിരാജായിരുന്നു അതിലെ നായകൻ. ആ വർക്കിൽ ഇരിക്കെയാണ് ഷാഫിക്ക് അസുഖം ഉണ്ടാവുകയും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ നിരവധി സഹപ്രവർത്തകരാണ് ആശുപത്രിയിലേക്ക് ഓടിയെത്തിയത്. ഒരിക്കലും അദ്ദേഹം മരിക്കുമെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ആഴ്ച വരെ അദ്ദേഹം വലിയ നിലയിൽ ഈ സിനിമയുടെ പണിപ്പുരയിൽ ഇരിക്കുന്നത് കണ്ടവരാണ് കൂടുതൽ സുഹൃത്തുക്കളും. ഈ കാര്യങ്ങളെല്ലാം സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ലൊക്കേഷനിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ആർക്കും മറക്കാൻ കഴിയാത്തതാണ്. എല്ലാ ലൊക്കേഷനും അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്ത എല്ലാവർക്കും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം സ്നേഹത്തോടെയും വാത്സല്യത്തോടും കൂടിയായിരുന്നു ഷാഫിയുടെ ഒരു പെരുമാറ്റം. എന്തായാലും ഷാഫി, താങ്കൾ മരിക്കുന്നില്ല. താങ്കൾ ചെയ്തു വെച്ച കഥാപാത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മുമ്പിൽ എന്നും താങ്കൾ ഉണ്ടാകും. വണ്ടു ടോക്സിന്റെ പ്രണാമം.